ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത് ഡ്രൈവർ സൈഡിനേക്കാൾ കൂടുതലായി മറുഭാഗത്താണ് കൂടുതൽ ഇടിയുടെ ആഘാതം ഉണ്ടായിട്ടുള്ളത് എന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം വാഹനം വെട്ടിപ്പൊളിച്ചൊക്കെയാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. എങ്കിൽ പോലും വാഹനത്തിൻ്റെ മുൻഭാഗത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അപകടം എത്രത്തോളം തീവ്രമായിരുന്നു എന്നത് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. അത്രമേൽ വലിയ അപകടം. 7 പേർ സഞ്ചരിച്ച വാഹനം ആണ് അപകടത്തിൽപ്പെട്ടത്. അല്പസമയം മുമ്പ് നടന്ന അപകടത്തിൽ ആണ് ഈ 5 പേരുടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ഹുസൈൻ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് 5 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ശ്രീ ഹുസൈൻ, താങ്കൾക്ക് കേൾക്കാമോ? ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ ആണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ശ്രീ ഹുസൈൻ, താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപകടമുണ്ടായ ഉടനെ തന്നെ പ്രദേശവാസികൾ എത്തിയിരുന്നു. അവർ ആണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയത്. ഉടനെ തന്നെ കാർ വെട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തി. ആ ഘട്ടത്തിൽ തന്നെ ആ വാഹനം വെട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ മുൻ സീറ്റിലുണ്ടായിരുന്ന 2 പേർ മരണപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വാഹനം ഏത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഈ വാഹനം ഏത് എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. 7 സീറ്റർ വാഹനം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. 7 പേർ ആണ് വാഹനത്തിലുണ്ടായിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിൽ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം പേരുവിവരങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളായ മുഹമ്മദ്, ആനന്ദ്, മുഹസിൻ, ഇബ്രാഹിം ദേവൻ എന്നിവരുടെ പേരുകൾ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്.